ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതെന്ന് ഈ പേപ്പർ വെച്ചിട്ടുള്ള ഒരു കുഞ്ഞ് പേപ്പർ ക്രാഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു പേപ്പർ എടുക്കുക, രണ്ടാക്കി മടക്കുക. അതിനുശേഷം ഇതുപോലൊരു റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും സംഭവം എടുത്തിട്ട് ഒരു ഹാഫ് സർക്കിൾ അങ്ങ് വരച്ച് അതിങ്ങ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഈ കട്ട് ചെയ്തെടുത്ത ഈ സർക്കിൾ വെച്ചിട്ടാണ് നമ്മളിന്നൊരു സംഭവം ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് ഈ കട്ട് ചെയ്ത് മാറ്റിയ സർക്കിളിനെ പിന്നെയും സെൻറ്ററിൽ വച്ചങ്ങ് മടക്കി കൊടുക്കാം. അങ്ങനെ നമുക്ക് മാക്സിമം പറ്റുന്ന അത്രയും ഇതുപോലെ അങ്ങ് കുഞ്ഞു കുഞ്ഞാക്കി മടക്കിയെടുക്കാം കേട്ടോ. പറ്റുന്ന അത്രയും കുഞ്ഞാക്കി അതങ്ങ് മടക്കിയെടുക്കാം. അതിനുശേഷം നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതങ്ങ് നിവർത്തി ആ മടക്കുകളിൽ വെച്ചിട്ട് നമുക്കങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും കുനുകുനോന്ന് മടക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ദേ ഇതുപോലെയാണ് മടക്കേണ്ടത്. ഒരു മടക്ക് അങ്ങോട്ട്, ഒരു മടക്ക് ഇങ്ങോട്ട്, അങ്ങനെ അങ്ങനെ കുഞ്ഞു കുഞ്ഞാക്കി മടക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ ഞാനെല്ലാം മടക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ മടക്കിയെടുത്ത ശേഷം അതിനെ നമുക്ക് സെൻറ്ററിൽ വെച്ചൊന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഇതേ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് കേട്ടോ ആ മടക്കെല്ലാം. ഇനി ഇതേ ഇതുപോലെ സെൻറ്ററിൽ വെച്ചങ്ങ് മടക്കി കൊടുക്കുക. അപ്പോൾ നല്ല പീക്കോക്കിൻ്റെ പീലി പോലെ ഇങ്ങനെ നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ ഇതുപോലെ അങ്ങ് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്കൊരു ഗ്രീൻ കളർ പേപ്പറും ഇതേ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് മടക്കിയെടുക്കണം കേട്ടോ. അതും ഇതുപോലെ തന്നെ മടക്കി എടുത്തിട്ട് ഇതുപോലെ തന്നെ മടക്കി സെൻറ്റർ മടക്കി നമുക്കെടുക്കാം. അപ്പോൾ ഇതേ ഗ്രീൻ കളർ പേപ്പറും ഞാൻ അതുപോലെ തന്നെ മടക്കി എടുത്തിട്ടുണ്ട്. രണ്ടും നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാവുന്ന, പിള്ളേർക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ക്രാഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കണ്ടിട്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ അങ്ങ് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സംഭവം വരുന്നത്. ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് അത് ഒരു കണ്ണും മൂക്കും വായൊക്കെ വരച്ച് കൊടുത്ത് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചുമ്മാ ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഇതുപോലെ ഞാനങ്ങ് ലൈൻ ഇട്ട് കൊടുത്ത് ഒരു ഡിസൈനിങ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഡിസൈനിങ് എല്ലാം കഴിഞ്ഞ ശേഷം നമുക്കിതിനെ ഈ പേപ്പറിലോട്ട് വെച്ച് സ്റ്റിക്ക് ചെയ്യണം. അതിന് മുന്നായിട്ട് ഈ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇച്ചിരി ഫെവിക്കോൾ കൊടുത്തിട്ട് ഒരു കുഞ്ഞു പേപ്പറിൻ്റെ പീസ് രണ്ടെണ്ണം ഇതുപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കണം. അതിൻ്റെ തുമ്പ് ഭാഗം ഒന്ന് മടക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് അതിനെ സെറ്റ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അതിനുശേഷം നമ്മൾ ഈ രണ്ട് പേപ്പറും കൂടെ കൂട്ടി വെച്ച് ഗ്ലൂ ഒഴിച്ച് കൊടുത്തിട്ട് ഈ സ്റ്റിക്ക് അതിൻ്റെ മുകളിൽ അങ്ങ് സ്റ്റിക്ക് ചെയ്തെടുക്കുക. ഇതുപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ സിമ്പിൾ ഐറ്റം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ പേപ്പർ ബട്ടർഫ്ലൈ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പേപ്പർ ക്രാഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.